ഇവിടെ പ്രളയം വന്നപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഓഖി വന്നപ്പോൾ LDF അല്ല, ഇവിടെ കേന്ദ്ര നയങ്ങൾ ഈ നിലയ്ക്ക് നമ്മളെ വരിഞ്ഞു കിട്ടിയപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ, ഇവിടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായപ്പോൾ LDF അല്ലായിരുന്നെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റായി നിൽക്കുന്ന രണ്ട് കാര്യം, വികസനവുമായി ബന്ധപ്പെട്ട കാര്യവും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണല്ലോ നമ്മുടെ സർവേയിലടക്കം ഏറ്റവും അധികം ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. വയനാട്ടിലെ പ്രശ്നം ആദ്യത്തെ ഘട്ടത്തിലെ വീടുകളുടെ മുഴുവനും ഉദ്ഘാടനം പൂർത്തിയാക്കി കൈമാറിയിരിക്കുന്നു. തീർന്നോ? ഇല്ല. 1 ലക്ഷം രൂപ വീതം വീട്ടുസാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അനുവദിക്കുകയാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണ് എന്നാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള പോസ്റ്റിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കണക്കുകളല്ല, ഓരോ വീടിനും ബോധ്യപ്പെടുന്ന കരുതലാണ്, ഉറപ്പാണ്, ഓരോ കുടുംബവും അനുഭവിച്ചറിഞ്ഞ ഉറപ്പാണ് എന്നുള്ളൊരു വരിയാണ്. അപ്പോൾ വയനാട് പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്, നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു കല്ലിട്ടു കേട്ടോ, അങ്ങ് വെറുതെ പറഞ്ഞാണ്, കല്ലിട്ടു, പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ആയില്ല. ഓക്കെ, കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരി, അത് വലിയ പ്രശ്നമാണ്. ഒരു വീട്, ഞാൻ മുമ്പും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വീട് പൂർത്തീകരിച്ച് കൈമാറിയിരുന്നെങ്കിൽ ഈ നിലയുണ്ടാവില്ലായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് BJPയും. എന്താണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ പറഞ്ഞത്? അവിടുത്തെ ദുരന്തത്തിന്റെ ആഘാതം വലുതല്ല എന്ന് പോലും പറഞ്ഞ നേതാക്കളുണ്ട്. ഇപ്പോൾ ശരിയാണ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന രീതിയിൽ അതൊരു കടത്തിയ പ്രയോഗമായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായി സഹായം കിട്ടാൻ ആവശ്യമായത് ഏതു കാറ്റഗറിയിൽപ്പെട്ടതാണോ അതിൽ ഉൾപ്പെടുത്തി സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ബജറ്റുമായി ബന്ധപ്പെട്ട അലോക്കേഷൻ നമുക്ക് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞ എന്താ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ല എന്ന് പറയാം, ഞങ്ങൾ തരാം. അങ്ങനെ പിച്ച തണ്ടാൻ പോയി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണോ കേരളം? ആത്മാഭിമാനമുള്ള ജനങ്ങളല്ലേ നമ്മൾ. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് പങ്കുവച്ചപ്പെട്ട ഒരു ചിത്രം എന്താണെന്നറിയാമോ? ബൈപ്പാസിൽ നിറയെ മാലിന്യ കൂമ്പാരമാണ് എന്നുള്ളതാണ്. പക്ഷെ VKP മേയറായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ആർക്കും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി മുന്നോട്ട് പോയിരുന്ന ഒന്നാണ്. ആ കോർപ്പറേഷൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. ആ ജനകീയത കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ VKP ഇതാ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BJP അപ്പുറത്ത് നിൽക്കുന്നു. നമുക്ക് ബജറ്റിലില്ല, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴില്ല, നമുക്ക് പ്രളയമുണ്ടാകുമ്പോഴില്ല, ഇവിടെ തന്ന അരിയുടെ കണക്ക് വരെ പിന്നീട് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ